ഈ സയൻസ് എന്ന് പറയുന്നത് അത്ര ന്യൂട്രൽ അല്ല. ഇപ്പം ഈ റാഷണാലിറ്റിയെയും സയൻസിനെയും എത്തീസത്തെയും ഒക്കെ പലപ്പോഴും ന്യൂട്രലായിട്ട് ഒരു ന്യൂട്രൽ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. പക്ഷേ അതിൻ്റെ പിന്നിലൊക്കെ നമുക്കറിയാം കൃത്യമായ ഒരു റേഷ്യൽ എലമെന്റ്, ഒരു വംശീയമായ എലമെന്റ് അതിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എത്തീസത്തിന്റെ ഇതെടുത്താലും അതുപോലെ റാഷണാലിറ്റി എടുത്താലും ഒക്കെ അതൊരു ന്യൂട്രൽ പൊസിഷനിൽ നിന്നുകൊണ്ട് രൂപം കൊണ്ട ഒരു കാര്യമല്ല. അതിന് കൃത്യമായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ കൃത്യമായൊരു വെസ്റ്റേൺ ആയ, ഒരു യൂറോപ്യൻ ആയ, ഒരു വൈറ്റ് ആയ, ഇങ്ങനെ തുടങ്ങിയുള്ള കുറേ ബേസ് അതിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് അവർ സയൻസിനെ ആ രൂപത്തിൽ ഒരു യൂറോപ്പിൻ്റെ ഒരു വെള്ള വംശീയതയെ സ്ഥാപിക്കാനായിട്ട് സയൻസിനെ ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പരിണാമത്തിൻ്റെയൊക്കെ സോഷ്യൽ ഡാർവിനിസം എന്ന പേരിലൊക്കെ നമ്മളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിനെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് പരിണാമത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എത്തിയിട്ടുള്ളത് വെള്ളക്കാരനായ യൂറോപ്യനാണ്. അതുകൊണ്ട് നീഗ്രോകളാകട്ടെ, മറ്റുള്ളവരാകട്ടെ, വെള്ളക്കാരല്ലാത്തവരാകട്ടെ, അവരൊന്നും പരിണാമപരമായിട്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്താത്തവരാണ്. അതുകൊണ്ട് അവരോട് സ്വീകരിക്കേണ്ട സമീപനത്തിൽ വരുന്ന ഇത്തരം വിഷയങ്ങൾ, അതായത് ഇപ്പോൾ കറുത്തവരെയും അവരെയൊക്കെ അൺസിവിലൈസ്ഡ് ആണ്. അപ്പോൾ അവരോട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ ശാസ്ത്രീയമാണ് എന്നതാണ് അവര് ഈ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഇപ്പോ കറുത്ത വർഗക്കാരായ ആളുകളെ ഉന്മൂലനം ചെയ്യുന്നതിന്, ആ നാടുകളെ അധിനിവേശം ചെയ്യുന്നതിന് അവർക്ക് ശാസ്ത്രീയമായ പിൻബലത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത്.